കാര്യമൊക്കെ അടിപൊളിയാക്കുമെന്ന് എനിക്കറിയാം. ആ, ഞാൻ വന്നോണ്ടിരിക്കും ഓഫീസിലേക്ക്. ശരി. കേരള വാട്ടർ അതോറിറ്റിയാ? ഇതെന്താ വാട്ടർ പിസ? അസിസ്റ്റന്റ് എക്സ്ക്ലൂസീവ് എഞ്ചിനീയർ. അവൻ്റെ അമ്മയുടെ കാര്യാലയം. ആ, മാന്തുക എന്ന് മാത്രം കറക്റ്റായിട്ട് എഴുതി വെച്ചു. അവനിങ്ങ് വരട്ടെ, അവനെ ഞാൻ മാന്തിക്കാൻ. ആ മാന്തി ഞാൻ അവൻ്റെ എല്ല് ഞാൻ വലിച്ചു വരും. ഇവനെ ഒന്നും വിളിച്ചാലും കിട്ടത്തില്ല. ഇവനൊക്കെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. പിള്ളേ, ഇത് പിള്ളേ, 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 പിള്ളേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ കലണ്ടർ മാറ്റാറായില്ലേ? മാറ്റാം സർ. അമ്മാനെ ആ തോക്കിങ്ങട്. ബനാനെ ഒരു പൂത്തരാമോ? ബനാനെ ഒരു കായ് തരാമോ? മന്ദാകിനി ഒന്നാകുമോ? രണ്ടാമരേ രണ്ടാകുമോ? ലാ മേശപ്പുറത്തിരിക്കുന്ന ഫയലുകൾക്ക് കൈയും കൊടുക്കില്ല. ഒന്നുടനെ മൊബൈൽ നോക്കിയിരിക്കുന്നു. ഞാനിവിടെ വന്ന് പിള്ളേ പിള്ളേന്ന് വിളിച്ച് സുലക്ഷ്മി കേട്ടില്ലായിരുന്നു? സാറ് പിള്ളേ പിള്ളേന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്തിനു വിളിയേക്കണം? പിള്ള വിളി കേട്ടാ പോരെ. സുബ്ബു എന്ന് വിളിക്കുമ്പോൾ സുബ്ബു വിളി കേൾക്കും. അളിയാ 500 എടുക്കാനുണ്ടോ? ഇല്ല. അല്ലേ 5ഓ 10ഓ താടാ. എൻ്റെ ജീവിതം കഞ്ഞിയും പാറ്റയുമായി എവിടെ പോണതും. അതെ, അവന് വെക്കേഷനാ. അവന് അമ്മയുടെ ഓഫീസ് കാണണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നു. പഴമുണ്ടോ? പഴമില്ല മോനെ ഇവിടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പുറത്തു പോയി മേടിക്കാം കേട്ടോ. മോന്റെ പേരെന്താ? കേശുനാഥ്. കേശുനാഥ് എന്നല്ല, കൊട്ടുനാഥ് എന്നാ നല്ലത്. എത്രയിലാ പഠിക്കുന്നേ? 3. നല്ലതാ. മാമാ വരുന്നോ? നമുക്ക് ഇവിടെ നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കാം. മോനെ മാമാന്ന് വിളിക്കരുത്. എക്സ്ക്ലൂസീവ് എഞ്ചിനീയറാ. സാറേന്ന് വിളിക്കണം. മോനെ, ഞാൻ ഇവിടുന്ന് കൊട്ടിക്കൊണ്ടിരുന്നാലേ മേളിലിരിക്കുന്നവർ എന്നെ വന്ന് കൊട്ടും. മനസ്സിലായോ? വീട്ടിൽ കിടക്കുന്നതിനെല്ലാം കൂടെ കെട്ടിയിടുന്ന് വിളിക്കും. മനുഷ്യന് സൗകര്യം കൊടുത്താനായിട്ട്. മഞ്ജിത്തേ സാറേ, എടൂ, ആ ചെറുക്കൻ്റെ വായിക്കാത്ത വല്ല തുണി കുത്തിക്കറ്റി. ശബ്ദം കാരണം എന്റെ തല പെരുത്തു പോകണം. എന്നിട്ടോളം ഞാൻ അവരോട് വായിക്കണേക്കാൻ. മഞ്ജിത്തേ, ആ ചെറുക്കനെ പഴം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. സ്റ്റോർ റൂമിൽ പഴത്തിൽ വിഷം വെച്ചിട്ടുണ്ട്. അവനെങ്ങാനും എടുത്ത് കഴിച്ചാണ്ടല്ല പണി പാളും. മനസ്സിലായില്ലേ? അവിടെ ചെന്ന് പറഞ്ഞാൽ നാശം.
അല്ല സാറെന്തിനാ ഗുളിയെല്ലാം മാറി കഴിക്കുന്നേ? ഇതെന്നത്തിനുള്ളതെന്നറിയോ? ഇത് കൊളസ്ട്രോൾ, ആഹാ, ഇത് BP, ആ ഇനി വേറൊന്നും കൂടെ ആ അതെന്തിനാ? ഇതെന്തിനുള്ളതാന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് ഊഹമുണ്ട്. അല്ല സാറ് പുതിയ ബോർഡ് കണ്ടായിരുന്നോ? സാറല്ലാതെ ആരെങ്കിലും അവനെ ഈ ബോർഡ് വയ്ക്കാൻ ഏർപ്പാട് ചെയ്യുമോ? ഞാൻ അന്നേ പറഞ്ഞതാ ആ അലവലാതിയെ ബോർഡ് ഇരുന്ന് ഏൽപ്പിക്കല്ലേ എന്ന്. അനുഭവിച്ചോ? ആ BP ഗുളിയ രണ്ടെണ്ണം അധികം കഴിച്ചോ? വാറ്റർ എക്സ്ക്ലൂസീവ് എഞ്ചിനീയർ അവൻ്റെ. കൊള്ളാം. നാട്ടുകാർ കാണുന്നതിന് മുമ്പ് ആ ബോർഡങ്ങ് മാറ്റി വയ്ക്കാൻ നോക്ക്. എല്ലാം ഓക്കെയാണ് സാർ. മാഡം ഇവിടെ വരുന്നു. നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്തിനാണെന്ന് അറിയാവോ? ഇല്ല, അറിയില്ല. അപ്പോൾ നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ, ഒഫീഷ്യൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ അജണ്ട. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓൾറെഡി എൻ്റെ പേരിലൊരു 100 ഗ്രൂപ്പുണ്ട്. എൻ്റെ കുടുംബക്കാരുടെ ഒരു ഗ്രൂപ്പ്, പിന്നെ ഞങ്ങൾ പഞ്ചായത്തുകാരെല്ലാവരും കൂടി ചേർന്ന് നാട്ടുകാരുടെ ഒരു ഗ്രൂപ്പ്. ഇതിനെല്ലാം പുറമെ ഈ തേങ്ങ വെട്ടാൻ പോകുന്ന ഭാസ്കരേട്ടൻ തേങ്ങാ ഗ്രൂപ്പ് എന്ന പേരിലെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കും തേങ്ങാ കേസ് വിട്. ഇതിൻ്റെ അഡ്മിൻ ഞാനാണ്, മനസ്സിലായോ? നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ തേങ്ങ ഒന്നും അതിൻ്റെ അകത്ത് കയറി വരില്ല. ആ ചെരുപ്പിടാത്ത സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ സാർ, റെഡി. നാൻസി? ഇല്ല സാർ, ഒന്നുമില്ല. അത് മതി. അപ്പം നമ്മളിത് തുടങ്ങുന്നു. കുമാരണ്ണ, ഹക്കീം സാറിന് നാൻസിയോട് എന്താ ഒരിത്? നിനക്ക് ഹക്കീം സാറിന് ഒരു നോട്ടമുണ്ടോ? അയ്യേ കിളവൻ, എനിക്കൊന്നും വേണ്ട. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന് ഒരു പേരിടണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പേര് നിർദ്ദേശിക്കാം. സാറേ, ആൾ കേരള വാട്ടർ ഗ്രൂപ്പ് എന്നായാലോ? അതിച്ചിരി നീളം കൂടി പോയല്ലേ. ഇത്തിരി ഷോർട്ടാക്കിയ പേരായിരുന്നു സാറേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് AKW എന്നാക്കിയാലോ? അതൊരു സുഖമില്ലടവേ. സാറേ, ഗ്രൂപ്പ് ഓഫ് വാട്ടർ അതോറിറ്റി എന്നായാലോ? എന്നതാ? ഗ്രൂപ്പ് ഓഫ് വാട്ടർ അതോറിറ്റി. ഗ്രൂപ്പ് ഓഫ് വാട്ടർ അതോറിറ്റി. സാറേ, നമുക്ക് വെള്ളം ഗ്രൂപ്പ് എന്നാക്കിയാലോ? അടിപൊളി, പറ്റിയ പേരാണല്ലോ. വെള്ളവടിക്കാരുടെ ഗ്രൂപ്പാണെന്ന് കരുതിക്കോളും. അതെ, നമുക്ക് ആ വെള്ളം എന്നുള്ള പേര് മാറ്റി വാട്ടർ എന്നാക്കിയാലോ? അതെ, അതാവുമ്പോ ആരും അറിയത്തില്ല. വാട്ടർ ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവരുടെയും വായി നിൽക്കുന്ന പേരാണ്, എല്ലാവരുടെയും മനസ്സിൽ നിൽക്കും. ആ വെള്ളം അങ്ങ് പോക്കോട്ടെ. സൂപ്പർ സാറേ, അത് മതി. പിള്ളയ്ക്ക് മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതിയോ? ഇവിടെ നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ലേ? എങ്കിൽ പിന്നെ അത് മതി സാർ, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? എല്ലാവരും പാസ്സാക്കിയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ടർ ഗ്രൂപ്പ്. എൻ്റെ എല്ലാമായ വിനോദൻ എന്ന പേരുള്ള കുമേറിൻ പട്ടിയെ കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. മനോജേ. എന്തുപറ്റി സാറേ? മനോജ്, നിങ്ങൾ എന്തു പണിയാ കാണിച്ചത്? എന്ത് പണി സാറേ? എടോ, ഇതൊരു ഒഫീഷ്യൽ ഗ്രൂപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു സാർ. പിന്നെ എന്ത് കോപ്പിനാടോ പട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടത്? പട്ടി ഒഫീഷ്യലാണോ? പിന്നെ എന്തിനാടോ ആ പോസ്റ്റ് ഇട്ടത്? അത് പിന്നെ പട്ടി മിസ്സിംഗ് ആവുമ്പോൾ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ട് തിരിച്ച് കൊണ്ടുവരും വിചാരിച്ചു സാറേ. എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ഞാനതിനെ ലാളിച്ചാണ് വളർത്തിയത്. ഞാൻ ഓഫീസ് വിട്ട് വീട്ടിലെത്തി ചായ കുടിക്കാൻ വരുമ്പോൾ ഈ പൂച്ച എത്തും. ഞാനതിന് അച്ചപ്പോ മിച്ചറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അത്രയ്ക്കും പ്രിയപ്പെട്ടതായിരുന്നു ഈ പൂച്ച. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ
വീട്ടിലെ സോഫയിലും മുറ്റത്തുമൊക്കെ അപ്പിയിടാൻ തുടങ്ങി. നിവൃത്തിയില്ലാത്ത ഞാൻ അതിനെ ചാക്കിലാക്കി സുമിതി വളവ് അറിയുമോ? അറിയാം സാറേ. അവിടെ കൊണ്ട് കളഞ്ഞു. അറിയാൻ മേലിത്? അറിയാം. നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്ന സുധീഷിന്റെ വീളവ് ഈ സുമതി വളവന്റെ അടുത്താ, മനസ്സിലായോ? 2 ദിവസം കഴിഞ്ഞപ്പോൾ കാണാം, രാവിലെ എണീറ്റപ്പോൾ ഒരു കോളിംഗ് ബെല്ല്. നോക്കിയപ്പോൾ ഞാൻ കൊണ്ട് കളഞ്ഞ പൂച്ചയുമായി ഇതേ സുരേഷ് വന്ന് നിൽക്കുന്നു. എടോ, തൻ്റെ വീട്ടിൽ കാണാതെ പോയ പട്ടി വേറെ എങ്ങനെ രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കറങ്ങി തൻ്റെ വീട്ടിൽ വന്ന് കയറും. വരും സാർ. അല്ലാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും തൻ്റെ മെസ്സേജ് ഇടേണ്ട കാര്യമില്ല, കേട്ടോ? കേട്ടു സാർ. സോറി സാർ. പട്ടി മിസ്സിങ്. നാണക്കേട്. ഇതാ പാപ്പച്ചന്റെ കേസല്ലേ? അതെ സാറേ. ഇത് ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ലാത്ത നിയമപരമായിട്ട് തന്നെ ചെയ്യണോ നീ, അല്ലാതെ ചുമ്മാ വെറുതെ കുത്തി വരച്ച് ഒപ്പിട്ട് എന്ത് ചെയ്യാൻ കൊടുത്താൽ പറ്റും സാറേ? എൻ്റെ ചൂലിൻ്റെ കാലം കഴിയാറായി. ചൂല് അനുവദിക്കണം പോലും. ഞാൻ മെസ്സേജ് ഇതെല്ലാം കൂടെ വെച്ച് കെട്ടാൻ പോവാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മനുഷ്യനിട്ട് മെനക്കെടുത്താനായിട്ട്. അവർക്കത് അറിയാത്തോണ്ട് ഇട്ടതായിരിക്കും. ആ അങ്ങനെയല്ലത്. ആ സാറേ, ശാന്തമ്മേനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞാൻ സാറിനെ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു ചൂല്. ചൂല്? ഈ ചൂലിന്റെ കേസൊക്കെ എന്നെ ഇതിൻ്റെ അകത്തിരുന്നേ. സാറേ, പട്ടിയുടെ കാര്യം ഗ്രൂപ്പിലിട്ടിരുന്നല്ലോ. പട്ടിയുടെ കാര്യത്തിൽ കൃത്യമായ മറുപടി കൊടുത്ത് പട്ടിയെ പൂട്ടി കെട്ടി അവരുടെ പെരക്കകത്തിട്ടിട്ടുണ്ട്. മേലാൽ ഈ വക മെസ്സേജ് ചൂല് കേസുമായിട്ട് ഇതിൻ്റെ അകത്തിട്ടേക്കരുത്, മനസ്സിലായോ? ഇത് ഔദ്യോഗിക ഗ്രൂപ്പാണ്. സാറേ, ചൂല് ഔദ്യോഗിക കാര്യമല്ലേ? ആ ഔദ്യോഗികമാണ്. എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് സ്വകാര്യത വേണം പറയാൻ. പോകോ. ഓ ശരി സാറേ. സാറേ, ഈ ചൂല് ഔദ്യോഗിക കാര്യമല്ലേ സാറേ? നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഔദ്യോഗികമാണ്, ചൂലും ഔദ്യോഗികമാണ്. പക്ഷേ ഈ ചൂല് കേസൊക്കെ നമ്മുടെ ഗ്രൂപ്പിന്റെ അത്തരന്റെ കാര്യമുണ്ടോ? അതിനുള്ള ബോധമുണ്ടോ അതിന്? താൻ എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട, മനസ്സിലായില്ലേ? ഓക്കോ. ശരി സാറേ. ഗ്രൂപ്പ് ഉണ്ടാക്കിയവർക്കറിയാം ഗ്രൂപ്പ് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. എടോ പിള്ളേ, കൊട്ടിയമ്പലമൊക്കെ ഉള്ള തൻ്റെ വീടില്ലേ, നല്ല ഭംഗിയാ. അതുപോലൊരു വീട് എൻ്റെ മോന് വേണ്ടി എനിക്കൊന്ന് വെക്കണം. ആ സാറ് ധൈര്യമായിട്ട് വയ്ക്കും സാറേ. എൻ്റെ വീടിന് ഒരു 100 വർഷത്തെ പഴക്കം കാണും. ആ ഏരിയയിൽ ഇത്രയും പഴക്കമുള്ള വേറൊരു വീട് കാണില്ല. ആ സാറിന് എത്ര മക്കളാ? 6. 6 മക്കളോ? എന്താടോ? അല്ല സാറേ, എത്രയും പേരെ തീറ്റിപ്പോറ്റണ്ടേ? അതിന് സാറല്ലേ തീറ്റി പോരുന്നേ, ഞാനല്ലേ തീറ്റി പോരുന്നേ. 3 മക്കളായപ്പോഴേ ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര താല്പര്യമില്ലായ്മ. ഒറ്റസംഖ്യ ആയതുകൊണ്ടേ ഇരട്ടസംഖ്യയെ നിർത്തണമെന്ന്. അപ്പോൾ ഒന്നുകൂടി. പക്ഷെ ഒന്നിനു പകരം ജനിച്ചത് 2. ഒരാണും ഒരു പെണ്ണും. അപ്പൊ വീണ്ടും 5. ഒറ്റ സംഖ്യ ആയില്ലേ? ഭാര്യയുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ചുമ്മാ കിടക്കട്ടെ ഒന്നുകൂടി, അല്ലേ? പിന്നല്ല. അപ്പൊ ഒരു പെൺകുഞ്ഞ്. അങ്ങനെ 6 എണ്ണം. 5 പെൺമക്കൾ കൂടി ഒറ്റയാണ്. എങ്ങനെയുണ്ട്? ഭാഗ്യവാൻ. സാറേ, നമ്മുടെ സുബുവിൻ്റെ കൊലുസ് കളഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല ഇവർക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഒന്ന് വിളിച്ചേ. വിളിക്കാം. എന്താ സാറേ ഇതൊക്കെ? നമ്മുടെ വാക്കിനൊന്നും ഒരു വിലയില്ലേ? എന്നാ സാർ. ഹലോ. പിന്നെ സാറേ, എൻ്റെ കൊലുസ് കളഞ്ഞുപോയി. ഞാൻ ഈ ഗ്രൂപ്പിലിട്ടു. പിന്നെയാ ഓർത്തത് ഒഫീഷ്യൽ മെസ്സേജ് ഇടാവുന്ന ഹക്കീം സാറ് പറഞ്ഞ കാര്യം. മഹാപന്നനാണെന്നേ അയാൾ. നാറി, പരനാറി. ഇതേ അനിലല്ല, നാറിയാ, പരനാറി, ഹക്കിൻ നാറി. നിങ്ങളുടെ കൊലുസ് കാണുന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കണം.
അല്ലാതെ ഈ ഗ്രൂപ്പിൽ ഇടരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? 100,000 വട്ടം പറയണം. നമസ്കാരം സാർ. ഇവിടെ തൊട്ടടുത്തൊരു അനാഥാലയമുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് മാസത്തിലൊരിക്കലും ഒരു പൊതിച്ചോറ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. സാർ ഇതൊന്ന് ഒഫീഷ്യൽ ഗ്രൂപ്പിലിടണം. പൊതിച്ചോറൊന്നും ഒഫീഷ്യൽ കാര്യമല്ല, അത് നമ്മുടെ ഗ്രൂപ്പിലിടാൻ പറ്റില്ല. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ സാറേ? അത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതിന് നിങ്ങൾ വേറെ ഗ്രൂപ്പ് തുടങ്ങണം. ഇവിടെ ആകെപ്പാടെ 10 സ്റ്റാഫേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുക. സാർ കുറച്ച് പേർ ലീവിലാണ്, 1-2 പേർ ഔട്ട്സൈഡ് ഡ്യൂട്ടിയിലും. എടോ, തന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? നിങ്ങൾ അതിന് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്ക്. ശരി ശരി, പൊക്കോ. വിട്ടോ വിട്ടോ. വാടേ പോകാൻ പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇനങ്ങളാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വാ പോ. നിങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫിന് മനസ്സിലാവും. അറിയാം. എന്തൊക്കെ കോടാലികളാ വന്ന് കയറുന്നത് നോക്ക്. പൈപ്പ് പൊട്ടിയോ? പൈപ്പ് ഇത് വെള്ളം ഇവിടുന്ന് അടിച്ചോണ്ടിരിക്കുക. നേരത്തെ വിളിച്ച് പറയണ്ടേ? ഇത് സർക്കാർ ചെലവിലുള്ള കേസല്ല, അല്ലാണ്ട് ഇത് എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്നതാണോ? ആ, അത് നേരത്തെ നിങ്ങൾ വിളിച്ചു പറയാം, അല്ലാണ്ട് പിന്നെ ഇത്. ഒരു മിനിറ്റ്. ആ ശരി ശരി, ഞാൻ വെള്ളം പൂട്ടിക്കോളാം. ഓക്കെ. സാറേ, ഞാൻ നാൻസിയുടെ സഹോദരനാണ്. അവൾ ഹോസ്പിറ്റലാണ് സാറേ. കുറച്ച് ബ്ലഡ് വേണം. എടോ പിള്ളേ, എൻ്റെ ആകെയുള്ള ആന്തരി അവൻ പോയടോ. അതെ, പിള്ളയാണ്. ശരി ശരി. ആ, ഞാൻ വിളിക്കാം. എന്റെ മോൻ പോയി. തിരിയുന്ന ഭുവനത്തിലോർക്കാം ഓർമ്മച്ചെപ്പുകളെ, തിരിയുന്ന ഭുവനത്തിലോർക്കാം ഓർമ്മച്ചെപ്പുകളെ, കൈകൂർത്തു കൈകൂർത്തു പിന്നിലേക്കൂടാം ഓർക്കാം ഓർമ്മ ചെപ്പുകളെ, പടിവാതിലൂടെത്തി നോക്കാം ഓർക്കാം ഓർമ്മ ചെപ്പുകളെ, വെള്ളമന്താറ് പൂക്കളായ ആത്മാവിനോർമ്മ ചെപ്പുകളെ, ഓർക്കാം കുഞ്ഞു താരമായി മിന്നിത്തിളങ്ങുമെന്നെ, മിന്നിത്തിളങ്ങുമെന്നെ. തുടങ്ങാം നമുക്ക്. നമ്മുടെ ഗ്രൂപ്പിൽ ഔദ്യോഗിക കാര്യങ്ങളെ ഇടാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് വലിയ മണ്ടത്തരമാണ്. ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ചിലർ അനാഥ മന്ദിരത്തിലേക്ക് പൊതിച്ചോറും ബ്ലഡിൻ്റെ ആവശ്യമൊക്കെ പറയുകയുണ്ടായി. എൻ്റെ കുഴപ്പം തന്നെയാണ്, ഞാനത് നിഷ്കരണം ഒഴിവാക്കി. അത്തരം മെസ്സേജുകൾ ഔദ്യോഗികമല്ലെങ്കിൽ കൂടി അവരുടെ വിഷമം കൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇനി മുതൽ ഔദ്യോഗിക കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുകയാണ്. ഈ ഇടുന്ന മെസ്സേജുകൾ മറ്റാർക്കും ദോഷകരമായിട്ടുണ്ടാകരുത്, ആ ഒരു നിർദ്ദേശം മാത്രമേ എനിക്കുള്ളൂ.
വിവേകമില്ലാത്ത പ്രവൃത്തി കാരണം എൻ്റെ മോൻ അവൻ ആരാ? ആ ആസേ കയറുക. വാ. ആ ഇരിക്കെ. ഷാജിദ, ഇതാരാ വന്നെന്ന് നോക്കി. ഞാൻ ചായ എടുക്കാം. അയ്യോ ചായയൊന്നും വേണ്ട. ഞങ്ങൾ അല്പം മുമ്പ് എല്ലാവരും കൂടെ പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടാ വന്നേ. ആ സാറേ, ഈ ഗുളികളൊക്കെ സാർ കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കണം. ഈ 3-4 ദിവസത്തെ ഗുളികൾ ഒന്നിച്ച് കഴിക്കുന്ന ശീലമുണ്ടല്ലോ, അതൊക്കെ ഇനി അങ്ങ് നിർത്തിയേക്കണം. ആ സാറേ, സാറിൻ്റെ ജീവൻ തിരികെ കിട്ടിയതിന് ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഗ്രൂപ്പിനോടാ. ആശുപത്രിയിൽ വെച്ച് സാറിന് ബ്ലഡ് ആവശ്യമായിട്ട് വന്നു. ഇവള് പറഞ്ഞായിരുന്നു അന്ന് എൻ്റെ മോന് ബ്ലഡ് കിട്ടാൻ വേണ്ടി ഗ്രൂപ്പിലിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മോൻ രക്ഷപ്പെട്ടാല്. എല്ലാ ഗ്രൂപ്പും നല്ലതാ സാറേ. ആ ഗ്രൂപ്പ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രം. സാറേ, സാറൊരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ഓഫീസിലെ PTS ഇല്ലേ, ശാന്ത, അവരുടെ വീട്ടിൽ വെച്ച് പാമ്പ് പിടിച്ചു. ഇപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞത്. ഞങ്ങൾ ആശുപത്രിയിൽ കയറിയിട്ടാണ് വരുന്നത്. കാഷ്വാലിറ്റിയിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാറേ, അവർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. നമുക്കെന്തെങ്കിലും സഹായം ചെയ്യണ്ടേ? പിന്നെ വേണം നമുക്കെല്ലാവർക്കും കൂടെ ഒരു തുക സഹായിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രൂപ്പിനും കൂടെ ഇന്നിടാം. അങ്ങനെയും കുറച്ച് പേരുടെ സഹായം കിട്ടും അല്ലേ? പ്രമീളെ സാറേ. എന്നാ പ്രമീളെ? സാറടുത്തുണ്ട്. ഞാൻ സ്പീക്കറിലിടാം. ഹലോ എന്താ പ്രമീള പറയേ? സാറേ, പിന്നെ അത് പിന്നെ കൊറേ പിന്നെയും കൊറേ സാറുമായല്ലോ, പറയേ. സാറേ, നമ്മുടെ ഓഫീസിലെ സുകേഷിനല്ലേ, അവൻ്റെ ഒരു 10,000 രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു തന്നിട്ടില്ല. ആ വാട്ടർ ഗ്രൂപ്പിലിട്ട് ഒന്ന് നാട്ടിക്കും. എന്ത്